ഇനി നിന്നെ ജാതികളുടെ നിന്ന കേൾപ്പിക്കില്ല, വംശങ്ങളുടെ അപമാനം നീ വഹിക്കത്തില്ല, നീ ഇനി നിന്റെ ജനത്തെ മക്കളില്ലാത്തവരാക്കുകയില്ല. യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഹല്ലേലൂയ, ആമേൻ. ദൈവം ചില കാര്യങ്ങളെല്ലാം മാറ്റും, ദൈവം ചില കാര്യങ്ങളെല്ലാം ചെയ്യും. നമ്മൾ ചിലത് പറയാൻ തയ്യാറാണോ? നമ്മൾ ചിലത് തിരിച്ചറിയണം. എന്താ തിരിച്ചറിയണ്ടേ? ഞാൻ ദൈവത്തിന്റെ ഭവനക്കാരനാണ്, ഞാൻ യേശുവിന്റെ മകനാണ്, വാഗ്ദത്തത്തിന് കൂട്ടവകാശിയാണ്. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോവാ. ഈ തലത്തിൽ വിശ്വാസത്തെ നിന്നേച്ച് പ്രാർത്ഥിക്കണം. ആമേൻ, ഹല്ലേലൂയ. പന്നിക്കൂടിന്റെ അനുഭവത്തിലല്ല, അപ്പന്റെ വീട്ടിലാണ്. ദാരിദ്ര്യം ഉണ്ടാകത്തില്ല. അപ്പന്റെ വീട്ടിൽ നിനക്ക് പദവിയുണ്ട്, അപ്പന്റെ വീട്ടിൽ നിനക്ക് മാന്യതയുണ്ട്, അപ്പന്റെ വീട്ടിൽ നീ ഒരു വേലക്കാരനായിട്ടല്ല, പുത്രൻ 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 പുത്രൻ. അവിടെ പദവിയുണ്ട്, അവിടെ അധികാരമുണ്ട്. ആമേൻ, ആമേൻ. നീ വിചാരിച്ചതൊരു വേലക്കാരനായിട്ടെങ്കിലും എന്നൊക്കെയാ നിന്റെ വിചാരമൊക്കെ മാറട്ടെ. അപ്പന്റെ മനസ്സെന്താണെന്ന് നിനക്കറിയാമോ? ആമേൻ. പുത്രത്വം 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 സൺഷിപ്പ്. ആമേൻ. നിനക്കവൻ തിരികെ തരികയാണ്. ആമേൻ. അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ നിനക്ക് തന്നിരിക്കുകയാണ്. ഇന്ന് പകൽ ഇത് വിശ്വസിച്ച് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. എന്നിട്ട് ദൈവസന്നിധി പറയണം, ഇനി ചില തീരുമാനങ്ങൾ പെട്ടെന്നാവട്ടെ, ഇനി ചില ആലോചനകൾ പെട്ടെന്നാകട്ടെ, ഇനി ചില ദൈവപ്രവർത്തികൾ നിന്റെ ജീവിതത്തിൽ പെട്ടെന്ന് സംഭവിക്കട്ടെ. പോയ നാളുകൾ, ശൂന്യതയുടെ നാളുകൾ, പാഴായിപ്പോയ നാളുകൾ, വേദനയുടെ നാളുകൾ, കണ്ണുനീരിന്റെ നാളുകൾ, അതിനെ മറക്കുക. കയറി വരിക അപ്പന്റെ വീട്ടിലേക്ക്, യേശുവിന്റെ സ്നേഹത്തിലേക്ക്, യേശുവിന്റെ സ്നേഹത്തിലേക്ക്.